നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് പണമടയ്ക്കാൻ പറ്റാതെ വല്ലാതെ വിഷമിക്കുകയാണ് കാവേരി വിനീതും. വിനീതിന്റെ കയ്യിൽ നിന്നുള്ള കുഴപ്പം കൊണ്ടാണ് ആ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. 50 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് പണം അടച്ചില്ലെങ്കിൽ നീള നീളയുടെ സർജറിയും കാര്യങ്ങളൊക്കെ മുടങ്ങും. എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. കാവേരിക്ക് ആകെപ്പാടെ ടെൻഷനാണ്. ഹോസ്പിറ്റലിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഗംഗയൊക്കെ ചോദിക്കും, എന്താ കാവേരി ഇതുവരെയായിട്ടും പണം കൊണ്ട് അടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി ഇങ്ങനെ ഒഴിഞ്ഞു മാറുവാണ്. ഗംഗയോടോ അല്ലെങ്കിൽ ശാരദയോടോ ആരോടും പറഞ്ഞില്ല വിനീതിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ അതറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റും എന്നുള്ളതെന്ന് കാര്യം അറിയാം. ആ സമയത്ത് കാവേരി ആണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ നിവിനും വന്നിട്ടുണ്ടായിരുന്നു. നിവിനും ഭഗവാനോട് മനോരി പ്രാർത്ഥിച്ചു, എനിക്ക് അവളെ ഒന്ന് കണ്ടു കിട്ടണം, അവള് എവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കാവേരി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, നിളമോളുടെ സർജറിക്കുള്ള പണം കണ്ടെത്താനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ ക്ഷേത്രത്തിന്റെ അവിടെ തൂണെ ചാരി ഇരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിവിനും ഇരിക്കുന്നുണ്ട് വന്ന്. പക്ഷെ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. കൃത്യസമയത്ത് തന്നെയാണ് രാഗിണി അങ്ങോട്ടേക്ക് വരുന്നത്. രാഗിണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും തൂണിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. അതോ ഇനിയിപ്പോ കണ്ടിട്ട് പിണങ്ങിയിരിക്കുന്നാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ രാഗിണി എന്ത് ചെയ്തു, അവിടേക്ക് വരുമ്പോഴത്തേന് കാവേരി പിന്നീട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ കാവേരിയോട് പോയി വഴക്കുണ്ടാക്കുവാണ് രാഗിണി. കാവേരി അല്ലേ തന്നെ സമനില തെറ്റിയ മട്ടിലായിരുന്നു. നീളമോളുടെ സർജറിക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് രാഗിണി വന്ന് വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ കാവേരിയുടെ വിചാരം എന്താ, രാഗിണിയുടെ നിവിന്റെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് കാവേരി പറഞ്ഞു, മര്യാദയ്ക്ക് എന്നോട് വഴക്കുണ്ടാക്കാതെ പോകുന്നത് നല്ലത്. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ തലയിടാൻ വന്നില്ലല്ലോ, നിന്റെയും നിവിന്റെയും കല്യാണം കഴിഞ്ഞു, അതിന് ഞാനൊരു തടസ്സമായിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാഗിണിക്ക് മനസ്സിലായി ഇവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലെന്ന്. അപ്പൊ ഇവള് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്നാ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. കാവേരി പോവുകയും ചെയ്തു. രാഗിണി നിവിന്റെ അടുത്തേക്ക് വന്നു. നിവിന്റെ അടുത്തേക്ക് വന്നിട്ട് നിവിനോട് പറഞ്ഞു, ഓ ഇവിടെ വന്നിരിക്കുമായിരിക്കും അല്ലേ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ, എന്റെ സ്വസ്ഥതയെ സമാധാനം കളയാനാണോ? ക്ഷേത്രത്തിൽ വന്ന് ഇച്ചിരി പ്രാർത്ഥിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഓർത്ത് വന്നാ, അപ്പൊ ഇവിടെ സമ്മതിക്കില്ലല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാഗിനി പറഞ്ഞു, അവളുണ്ടായിരുന്നല്ലോ ഇവിടെ, അപ്പൊ അവളെ കാണാൻ വേണ്ടി വന്നല്ലേന്ന് ചോദിച്ചു. അവളോ, ഏതവള്? കാവേരി. ദേ വെറുതെ കള്ളത്തരം പറയരുത്. പിന്നെ ഞാനിതിനാ കള്ളത്തരം പറയുന്നത്, ഇപ്പഴും അവൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോയതോളെന്ന് പറഞ്ഞു. നിവിന് സമനില തെറ്റുന്ന പോലെ തോന്നി. അപ്പൊ ഇത്ര സമയം താൻ അവളെ കണ്ടില്ലോ എന്നൊരു ചിന്ത. നിവൻ പെട്ടെന്ന് പാഞ്ഞു പോവാണ്. കാവേരി എതിലൂടെ പോയെന്ന് നോക്കിക്കൊണ്ട് രാഗിണിക്ക് സഹിച്ചില്ലത്. രാഗിണി അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് വിഷമിച്ച് മുറിയിലിരിക്കുകയാണ്. ആ ജയബാലൻ രാഗിണിയെ ഫുഡ് കഴിക്കാനൊക്കെ വന്ന് വിളിച്ചു. പക്ഷെ രാഗിണി പോവാനായിട്ട് കൂട്ടാക്കിയില്ല. രാഗിണിക്ക് വിശപ്പില്ല എന്നും പറഞ്ഞ് രാഗിണി ഇരിക്കുകയാണ്. ആ സമയം ജയബാലൻ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ രാഗിണി പറഞ്ഞു, അച്ഛാ, എനിക്ക് എന്താണെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകും തോന്നില്ല. നിവിനേന്റെ മനസ്സിൽ ഇപ്പോഴും കാവേരി തന്നെയാണ്. ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കാവേരിക്ക് അറിയില്ല ഞങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞില്ല എന്ന്. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചെന്ന് ഓർത്തോണ്ട അവൾ ഇരിക്കണേന്ന് പറഞ്ഞു. എനിക്ക് നിവിനേണ്ട വേണം, നിവിനേണ്ടില്ലാതെ എനിക്കൊരു ജീവിതമില്ല. പക്ഷെ നിവിനേണ്ട മനസ്സിൽ എപ്പോഴും കാവേരി തന്നെയാ. ഇങ്ങനെ പോയിട്ടുണ്ട് എന്താവുമെന്ന് എനിക്ക് അറിയില്ല അച്ഛാന്നൊക്കെ പറഞ്ഞു. മോളെ, നീ ആഹാരം കഴിക്കുക, ഇതിനൊക്കെ പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ നിവിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. വേണ്ടച്ചാ എന്ന് പറഞ്ഞു. ഏയ് വേണം, എനിക്ക് അവനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയബാലൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും രാഗിണിക്ക് എന്തോ ഒരു സംശയം. ജയബാലൻ തൻ്റെ ഒരു ഗുണ്ടയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നിവിനെ കാണാനായിട്ട് ചെന്നു. അപ്പം നിവിനെ വഴിക്ക് വെച്ചാണ് കാണുന്നത്. നിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയബാലൻ ചെന്നിട്ട് നിവിന്റെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നീ എന്റെ മോളെ കല്യാണം കഴിച്ചില്ല, എന്നിട്ടോ ആ മറ്റവളുടെ കാവേരിയുടെ പിന്നാലെ നടക്കുമല്ലേ, നിന്നെ വെറുതെ വിടത്തില്ല, തല്ലിക്കൊന്നിയാന് ആറ്റിലൊഴുക്കൂന്നൊക്കെ പറഞ്ഞപ്പോ നിവിനും വെല്ലുവിളിച്ചു. അങ്ങനെ നിങ്ങളുടെ മകളെ കെട്ടാൻ മാത്രം അധിപതിച്ചിട്ടൊന്നുമില്ല ഞാനെന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയും കാര്യങ്ങളും നടത്തുവാണ്. ഈ സമയത്ത് ജയബാലിനെ ഫോളോ ചെയ്ത് രാഗിണി വരുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ വന്നപ്പോൾ കാണുന്നില്ല. ഇത് എങ്ങോട്ട് പോയി അച്ഛൻ എന്നൊരു ചിന്തയായിരുന്നു. കാരണം അച്ഛന്റെ സ്വഭാവമായതുകൊണ്ട് രാഗിണിക്ക് അത്ര വിശ്വാസം പോരാ. ആ സമയത്ത് ജയബാലന് വിനീതിനെ പേടിപ്പിക്കുകയാണ്. വിനീതിനെ അല്ലെ നിവിനെ പേടിപ്പിക്കുകയാണ്. പക്ഷെ നിവിൻ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കമായിരുന്നില്ല. നിവിനെ എതിർത്തു വന്നു. പിന്നീട് നിവിൻ ബൈക്ക് കൊടുത്തോണം കൂടെ പോകുമ്പോഴത്തേനും ജയബാലൻ തന്റെ ഗുണ്ടയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവന്റെ പിന്നാലെ തന്നെ പോയിട്ട് അവനെ കൂടി ഇടിപ്പിച്ച് താഴെ ഇട്ടോളാൻ പറഞ്ഞു. ഒട്ടും മടിച്ചില്ല. അയാൾ എന്ത് ചെയ്തു,
പിന്നിൽ നിന്ന് പോയി വണ്ടി ഇടിപ്പിക്കുകയാണ്. നിവിൻ താഴെ വീണ ഉടനെ തന്നെ നിവിന്റെ ബോധം പോയി. പെട്ടെന്ന് തന്നെ അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയത്താണ് രാഗിണി അയാളുടെ കാർ ഓടിച്ചുകൊണ്ട് വരുന്നത്. നോയിക്കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് കൂടി നിൽക്കുന്നു. രാഗിണി പെട്ടെന്ന് ഇറങ്ങി ചിലപ്പോൾ ചോര കുളിച്ചു കിടക്കുന്ന നിവിനെ കണ്ടേ. പെട്ടെന്ന് തന്നെ നിവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്താണെങ്കിലോ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു നരന്. കാരണം നരന് കല്യാണാലോചനയൊക്കെ അതിഗംഭീരമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. പക്ഷെ നരന് ഒന്നിനും സമ്മതിച്ചില്ല. നരൻ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര വിഷമായി. കല്യാണം ഇപ്പൊ വേണ്ടാന്ന് മുത്തശ്ശിയുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം അംബിക മുത്തശ്ശിയുടെ അവനൊരു കല്യാണം കഴിച്ച് കാണണം എന്നുള്ള. ഒടുവില് അന്ന് രാത്രി കിടക്കണ സമയത്ത് മുത്തശ്ശിക്ക് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോഴേക്കും രഘുവരൻ ഓടിപ്പോയി എന്ത് ചെയ്തു, നരനെയൊക്കെ വിളിച്ചോണ്ട് വന്നു. നരനും ഗായത്രിക്ക് ഓടി വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അവര് പിറ്റേ ദിവസം രാവിലെയാണ് തിരികെ വരുന്നത്. തിരികെ വന്ന് അവരങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും നരനെ വിളിച്ചിട്ട് ഗായത്രി പറഞ്ഞു, അതെ ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ, നല്ല ടെൻഷനുണ്ട് അമ്മയ്ക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന്. അതിന് കാരണം എന്താണെന്ന് നിനക്കറിയാലോ, നിന്റെ കല്യാണം. അതാണ് ഇപ്പം അമ്മയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നീ കല്യാണം കഴിക്കാത്ത, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നരനെ, എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കാൻ നോക്ക്. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്ക്. അവർ പ്രായമായവര് ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. നരനാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഒടുവില് മുത്തശ്ശനെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നു. അപ്പോഴേക്കും അംബിക മുത്തശ്ശി അവന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും നിന്റെ കല്യാണം എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒടുവില് നരൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, മുത്തശ്ശനെ മുത്തശ്ശിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി കല്യാണാലോചന കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്ത് സന്തോഷത്തോട് കൂടിയിട്ട് ബ്രോക്കറെ വിളിച്ചിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം ഒരു കൂട്ടർ വരുന്നുണ്ട്. അപ്പൊ പെണ്ണും അവരെല്ലാരും കൂടെ ഇവിടേക്കാണ് വരുന്നത്. മുത്തശ്ശിക്ക് വയ്യാത്തോണ്ട് മുത്തശ്ശിക്കും കാണാൻ ആഗ്രഹം പറഞ്ഞുകൊണ്ട് പെണ്ണിനെ കൂട്ടിക്കൊണ്ടാണ് പെണ്ണു വീട്ടുകാർ വരുന്നത്. അങ്ങനെ അവര് വന്ന് കണ്ടു. സംസാരം എല്ലാം കഴിഞ്ഞപ്പോ നരൻ പറഞ്ഞു, എനിക്ക് അല്പം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവിടെ പോയി സംസാരിക്കണ സമയത്ത് നരന അവളോട് പറഞ്ഞു, അതെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഒരു വർഷത്തെ ഒരു കോൺട്രാക്ട് മാത്രമായിരിക്കും, ഒരു കരാർ കല്യാണം മാത്രമായിരിക്കും. നിനക്ക് ആ സമയത്ത് വേണം പഠിക്കാൻ പോകാനോ എന്തിനു വേണമെങ്കിലും പോകാൻ ചെയ്യാം. ഞാൻ ഒരിക്കലും ഒരു തടസ്സമാകത്തില്ല. നിനക്ക് പുറത്തു പോയി പഠിക്കണേ പഠിക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം മുത്തശ്ശി ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കല്യാണം ഞാൻ നടത്താൻ തന്നെ ഒരുങ്ങണേന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണ് സമ്മതിക്കുവോ? പെട്ടെന്ന് അത് അകത്തേക്ക് എന്ന് കരഞ്ഞോണ്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അവരപ്പം തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇവനിങ്ങനെ ഒരു കാര്യം, കാരണം ഇവന്റെ കല്യാണം നടക്കില്ല. ഇവൻ ആ പെണ്ണിനെ പറഞ്ഞു വിട്ടു, എന്തോ കാര്യങ്ങൾ പറഞ്ഞു വിട്ടു. പക്ഷേ ഈ കരാറ് കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും ആ പെണ്ണ് പറഞ്ഞതും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒടുവിൽ നാരനെ അവരെല്ലാരും കൂടെ കുറ്റപ്പെടുത്തുവാണ്. ആ സമയത്ത് പണം കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല കാവേരിക്ക്. അപ്പൊ അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നിവിനെ കൊണ്ടുവന്ന് രാഗിണി. നിവിനെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി. നിവിന് തലയ്ക്ക് ഒരു മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, സ്റ്റിച്ചൊക്കെ ഇട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ രാഗിണിയാണ് നോക്കുന്നത്. അപ്പൊ രാഗിണി നിവിനോട് കാര്യങ്ങൾ പറഞ്ഞു, അതെ എനിക്ക് അറിയാം, അച്ഛന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്ന, അതുകൊണ്ടാണ് അച്ഛനെ ഫോളോ ചെയ്ത് വന്നത്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നിവിൻ പറഞ്ഞു, നിന്റെ അച്ഛനുണ്ടല്ലോ, അതായത് എന്റെ അമ്മ എന്ന് പറയുന്ന ദുഷ്ടൻ, അയാളുടെ മോളല്ല നീ, കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ മയക്കാൻ വേണ്ടി വന്നിരിക്കും അല്ലേ, എനിക്ക് സ്വസ്ഥതയോ സമാധാനം വേണം, മര്യാദയ്ക്ക് പോകാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ചീത്ത പറയാണ്. രാവിലെ പറഞ്ഞു, അങ്ങനൊന്നും പറയില്ലേ നിവിനെ, കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. പക്ഷെ എനിക്കറിയാടി അങ്ങേരെ എത്ര വലിയ വൃത്തികെട്ടാനാന്ന് എന്നൊക്കെ അറിയാന്നൊക്കെ പറയണം. ഒടുവില് രാഗിണിയെ കുറെ ചീത്ത പറയാം. പക്ഷെ രാഗിണി അവിടുന്ന് പോകാൻ തയ്യാറായില്ല. രാഗിണി പറഞ്ഞു, നിവിനോട് പറഞ്ഞു, നിവിനെ ഞാൻ ഇവിടെ നിന്നോളാം, നിനക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞു. പക്ഷെ നിവിൻ സംഭവിച്ചില്ല. അങ്ങനെ ഒടുവിൽ നിവിൻ എന്ത് ചെയ്തു, രാഗിണിയായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ നേഴ്സ് വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും കാവേരി അതിലൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പൊ കാവേരി വന്നപ്പം നേഴ്സുമാർ തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ റൂമിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോൾ നോക്കിയാലും വഴക്ക. രണ്ടുപേരും ഇവിടെ കല്യാണം കഴിഞ്ഞോളം തോന്നേ. ആ ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്ത് സ്നേഹം എന്നറിയോ, പക്ഷെ ഭർത്താവിനാണെങ്കിൽ ആ സ്നേഹമൊന്നുമില്ല. പക്ഷെ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാവേരി ആണെങ്കിൽ
പണമില്ലാത്തതിന്റെ ടെൻഷൻ നിൽക്കുമല്ലേ, അതത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യാനും പോയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴും കാവേരി ആ കാഴ്ച കാണുന്നേ. മുറിയിൽ നിന്ന് നിവിൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നു, തലയെ കെട്ടൊക്കെയായിട്ട്. ഒരു നിമിഷം കാവേരി ഞെട്ടിപ്പോയി. നിവിനോ? നിവിൻ അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോൾ നിവിന്റെ കാലിലും ചെറിയ ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിവിൻ വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും കാവേരി പിടിക്കാലോ എന്നോർത്തങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും രാഗിണി അകത്തുനിന്ന് പാഞ്ഞു വരുന്നേ. രാഗിണി വന്ന് നിവിനെ പിടിക്കുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിക്ക് ഭയങ്കര ടെൻഷനായി. പെട്ടെന്ന് കാവേരി ഓർത്ത്, ഇപ്പൊ തന്റെ ഇതൊന്നും അല്ല, തന്റെ മനസ്സിൽ ഇതൊന്നും അല്ല വേണ്ടത്. നിവിൻ എന്ത് വേണം ചെയ്തോട്ടെ, പക്ഷെ അവന്റെ ഭാര്യയാണ് രാഗിണി. തനിക്കിപ്പോ പണം, അതിനെന്തേലും ഒരു വഴി ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ആ സമയത്ത് വിനീത് എന്ത് ചെയ്തു, അവിടെ പള്ളിയിൽ അച്ഛനുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സ്കൂളിലെ സ്കൂൾ യൂണിഫോം കാര്യങ്ങളൊക്കെ തയ്ക്കാനായിട്ട് അത് വിനീതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിനീത് പോയി അച്ഛനെ കണ്ടിട്ട് ഇങ്ങനെ പണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയണേ, എന്തേലും ഒരു മാർഗം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അത്രയും പണമൊക്കെ ഉണ്ടാക്കി തരാൻ പെട്ടെന്നൊന്നും പറ്റത്തൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളോട് തയ്ക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. വിനീത് പറഞ്ഞു, ഞങ്ങള് ഒരു വാടക വീട് കിട്ടിയിട്ടുണ്ട്, അവിടെ തന്നെ മെഷീൻ ഉണ്ട്, ഒരു കാര്യം ചെയ്താൽ മതി അച്ഛാ, ആ തയ്ക്കാനുള്ള തുണികളൊക്കെ തന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ടുപോയി തയ്ച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ വിനീത് തയ്ക്കാനുള്ള തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. ഇത് തയ്ച്ചു കൊടുക്കണം, അത്രയും പൈസ കിട്ടുമല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് വിനീത് അവിടെ കൊണ്ടുവന്നിട്ട് പുറത്താ മെഷീൻ ഇട്ടത്. വീണ്ടും പുറത്ത് മെഷീൻ ഇട്ടിട്ട് അവിടെ ഇട്ട് തിരതിരേന്ന് ഇങ്ങനെ യൂണിഫോം തയ്ച്ചുകൊണ്ടിരിക്കുക. ആ കൃത്യ സമയത്താണ് നാരൻ അതിലേക്ക് വരുന്നത്. നാരൻ ഈ മെഷീൻ്റെ എല്ലാം സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. നാരൻ അങ്ങോട്ട് പാഞ്ഞു തന്നു. വിനീതിന്റെ ചീത്ത പറയാണ്, നിനക്കൊക്കെ വീട് വാടകയ്ക്ക് തന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊരു ഒച്ചപ്പാടും വേളോ, ഇതേ മര്യാദയ്ക്ക് ഈ കുന്തറാണ്ടൊക്കെ ഇവിടെ നിന്ന് മാറ്റിക്കണം, അല്ലെങ്കിൽ എന്നെ തനി സ്വരൂപം അറിയും. വിനീത് പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ അറിയത്തില്ലാത്തോണ്ടാ, എന്താവസ്ഥയാണല്ലോ എനിക്ക് കുഴപ്പമില്ല, കയറി കിടക്കാൻ സ്ഥലം തന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താ തയ്യൽ ഷോപ്പാക്കി മാറ്റുവാണോ, ഇവിടെ സ്വസ്ഥതയും സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. വിനീത് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇനി തയ്ക്കില്ല, മര്യാദയ്ക്ക് നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടുന്ന് മാറിക്കണം എന്ന് പറഞ്ഞു. അതെ, അവര് ഹോസ്പിറ്റലാ, അതുകൊണ്ട് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, മാറാൻ പറഞ്ഞാൽ മാറിയാൽ മതി, ഇനി നിങ്ങളിവിടെ താമസിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. നരന് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിനീതിന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ വന്നിട്ട് കാവേരിയോട് പറഞ്ഞു, കാവേരി പണം അടയ്ക്കണമെന്നാ പറഞ്ഞ, എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ ചേച്ചിന്ന് പറഞ്ഞു. അല്ലെ പണം എടുക്കാൻ എന്നെ എത്ര ബുദ്ധിമുട്ട്, അക്കൗണ്ടിൽ പണം ഉണ്ടല്ലോ വിനീതേണ്ടേ, വിനീതേട്ടനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് മോഹം തരുന്നുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടേ പറ. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ മറച്ചു വെക്കണം. വിനീത് മറച്ചു വെച്ചു, കാരണം വിനീതിനറിയാൻ തന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗംഗ പിന്നെ തന്നെ ഈ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ല. അതുകൊണ്ട് കാവേരിയാണ് പറയുന്നത് തൽക്കാലത്തേക്ക് വിനീതേട്ടനൊന്നും പറയണ്ടാന്ന്, ഗംഗേച്ചിയുടെ മനസ്സിൽ ടെൻഷൻ കേട്ടിണ്ടാന്ന്. പിന്നീട് പൈസ എടുക്കാന്ന് പറഞ്ഞിട്ട് കാവേരി നേരെ വീട്ടിലേക്ക് വന്നു. വിനീത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വിനീത് കാവേരിയുടെ കാര്യങ്ങളൊക്കെ പറയണ, കാവേരി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇപ്പൊ തയ്ക്കണ്ടെന്നാ പറയണത് അയാള്, നാളെ ഈ വീട് മാറാൻ പറഞ്ഞു. വീട് മാറാനോ? അതെ. അപ്പോഴേക്കും കാവേരിക്കും ഭയങ്കര ടെൻഷനായി. കാവേരി പറഞ്ഞതേ ഗംഗേച്ചി വിളിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കോൾ എടുത്തു. അപ്പോഴേക്കും ഗംഗയോട് ചോദിച്ചു, അല്ല ഗംഗ കാവേരി അടിച്ചു, നീ അവിടെ എന്തെടുക്കുക, പണം എടുക്കാൻ പോയിട്ട്? ഇതേ അവൾക്ക് പെട്ടെന്ന് തന്നെ വയ്യാണ്ടായി, അവളെ ആണെങ്കിൽ ഇത് ഐസിയുലേക്ക് ഏറ്റിരിക്കുക, എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് പണം അടയ്ക്കണം, പണം അടച്ചാൽ മാത്രം ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തോളുന്ന ഡോക്ടർ പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ഗംഗ ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേനും കാവേരിക്ക് സമുദ്രമായിട്ട്. വിനീത് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി വിനീത് എന്നെ കൂടെ പ്രഷർ ആക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഒന്നുമില്ല എന്ന് പറയണേ. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, നാളെ ഈ വീടും കൂടെ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാവേരി ഒരു കാര്യം തീരുമാനിച്ചു. നരനല്ലേ അങ്ങനെ പറഞ്ഞ്, അയാളെ ഒന്ന് പോയി കണ്ടു നോക്കാം. അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേനും നരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കാവേരി പറഞ്ഞു, എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ നരൻ്റെ അടുത്ത് നിന്ന് നരനോട് കാര്യങ്ങളൊക്കെ പറയണേ. ഞങ്ങൾക്ക് വീടില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് നല്ലൊരു വീട് ഞങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇതായിപ്പോയി. പിന്നീട് പുഷ്പവാടിയിലെ ജയപാലനുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറയുവാണ്. ഇപ്പോഴാണ്ട് എൻ്റെ അനുജത്തിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പണം അതും എനിക്ക് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അനുജത്തിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആരെങ്കിലും പൈസ തരുമെങ്കിൽ അതിന് തയ്യാറായി. എൻ്റെ ഇനി കിഡ്നി വിറ്റിട്ടാണ് ശരി, എന്ത് കാണിച്ചിട്ടാണ് ശരി, എൻ്റെ അനുജത്തിക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവളുടെ സർജറിയും കാര്യങ്ങളൊക്കെ മുടങ്ങും, ആ ഒരു ടെൻഷൻ ഞാൻ ഇരിക്കുക, അതുകൊണ്ട് വീട് മാറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നരൻ കാവേരിനെ നോക്കി, നിനക്ക് പൈസ വേണോ അല്ലേന്ന് ചോദിച്ചു. അതെ, എനിക്ക് പൈസ വേണം. അതിന് വേണ്ടിയിട്ടായിരിക്കും നീ വേണമെങ്കിൽ മരിക്കാൻ തയ്യാറാവുന്നവരെ പറഞ്ഞേ. അതെ, എൻ്റെ അനുജത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനും തയ്യാറാവും. എങ്കിൽ ശരി, നീ മരിക്കാനൊന്നും തയ്യാറാണ്ട, പക്ഷെ ഞാനൊരു ഓപ്ഷൻ തരാന്ന് പറഞ്ഞു. എന്ത്?
നിനക്ക് എൻ്റെ ഭാര്യയാകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു നിമിഷം ഞെട്ടിപ്പോയി കാവേരി. അതെ, വീട്ടുകാരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കല്യാണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ആരെയും കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാൻ താല്പര്യമില്ല. ഒരു വർഷത്തേന് എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു കരാറ് മാരേജിന് നിനക്ക് തയ്യാറാകാൻ പറ്റുമോ? അങ്ങനെ അവരുടെ മുന്നിൽ അഭിനയിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന പൈസ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി ഒന്നും മിണ്ടാതെ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. ഒരു നിമിഷം തന്നെ മനസ്സിലായി അവൾക്ക് സമ്മതമല്ലെന്നുള്ള കാര്യം. കാവേരി ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിലമുളക്ക് കൂടുതലായിരുന്നു. ഡോക്ടറെ പോയി കണ്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, ഇല്ലെങ്കിൽ ജീവൻ ആപത്താ. ഇനി പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഗംഗയെല്ലാം വന്ന് കാവേരിയുടെ വഴക്കുണ്ടാക്കുവാണ്. നീ പൈസ എടുക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് എവിടെയാ പൈസ എന്ന് ചോദിച്ചോണ്ട് കാവേരിക്ക് സമ്മതലേറ്റി. കാവേരി പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നരൻ്റെ അടുത്തേക്ക് വന്നു. നരൻ്റെ അടുത്തേക്ക് വന്നിട്ട് നരനോട് സമ്മതമാണെന്ന് പറയണം. ആ കരാറ് മാരേജിന് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഒരു കരാറൊക്കെ എഴുതി പ്രിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് സൈൻ ചെയ്തോളാൻ പറഞ്ഞു. അതെല്ലാം നോക്കുക പോലും ചെയ്യാതെ കാവേരി സൈൻ ചെയ്യുവാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം കാവേരിക്ക് പണമാണ് വേണ്ടത് തൻ്റെ അനുജത്തിയെ രക്ഷിക്കാനായിട്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.